ഹായ്. അപ്പൊ ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ക്യാമറമാൻ ഒത്തിരി നാളായിട്ട് വരാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പൊ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണിക്കുന്നത്. വീഡിയോ കാണിക്കാതിരുന്നത് ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ നോക്കാൻ ഈ കാണുന്ന റിങ്ങുകളൊക്കെയാണ് നമ്മൾ പുതിയ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് റിങ്ങുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിങ് തന്നെ കാണിച്ചേക്കാം. ടാഗ് ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ടാഗ് അടിക്കുന്നതിന് മുമ്പ് ആ റിങ്ങൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനകത്ത് കുറച്ച് കൂടുതൽ ഒരു സൂഫി റിങ് വന്നിട്ടുണ്ട്. അപ്പോൾ സൂഫി റിങ് നമുക്ക് ആദ്യമേ നോക്കാം. സൂഫി റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ള, അതായത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഏത് വിരലിന് വേണമെന്നുണ്ടെങ്കിലും, അതായത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഏത് വിരലിന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരെണ്ണം ഞാൻ ഇട്ട് കാണിക്കാം. എല്ലാം ഇട്ട് കാണിക്കുമ്പോൾ ശരിയല്ലല്ല. കാര്യം ഒരു മോതിരമാണെങ്കിലും അത് പുതിയതായിട്ട് വയ്ക്കുന്ന വേറൊരാൾ ഇട്ടതായിട്ട് വരരുത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചെറു വിരലിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ചെറു വിരൽ തൊട്ട് നമുക്ക് ഇടാം. കണ്ട, നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂഫി റിങ് എപ്പോഴും ഓർത്തോ, ഏത് പ്രായക്കാർക്കും ആയിക്കോട്ടെ, ഏത് വിരലിലും, അതായത് വണ്ണമുള്ള വിരലുണ്ട് അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ വിരലാണ്, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. സൂഫി റിങ് എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതാണ്. അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ സൂഫി റിങ് നമുക്ക് ആദ്യമേ കാണിക്കാം. സൂഫി റിങ്ങിൻ്റെ തന്നെ അതായത് ഒത്തിരി കളർ, ബ്ലൂ കളറുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെന്ത് കളർ എന്ന് പറയുന്നത് എനിക്കറിയില്ല. ലാവൻഡറാണ്. അപ്പോൾ ലാവൻഡർ ഉണ്ട്. അപ്പം അങ്ങനെ ലാവൻഡർ വേണമെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, ഇനി അതല്ല വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ, പ്യുവർ വൈറ്റ് ആയിട്ടുള്ള സ്റ്റോൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പം പല ഡിസൈനിലുള്ള എല്ലാ കളറുകളും. അതുപോലെ തന്നെ പിങ്ക് കളർ, ഗ്രീനും ഉണ്ട് കേട്ടോ. കടും ഗ്രീൻ ആയിട്ടുള്ള കളറ്. അപ്പം പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ പിങ്ക് കളറും ഉണ്ട്. പിങ്ക് കളർ എടുത്തിട്ടില്ലായിരുന്നോ? പിങ്ക് കളർ എടുത്തില്ലായിരുന്നോ? പിങ്ക് കളറുണ്ട് കേട്ടോ. പിങ്കും കൂടി ഉണ്ട് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് എടുത്തില്ല. അപ്പോൾ എന്തായാലും അതും കൂടി കാണിക്കാം. അപ്പോൾ പിങ്ക് കളർ. അപ്പോൾ ഇതൊക്കെയാണ് സൂഫി റിങ്. അപ്പോൾ അതായത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വിരലിന് വണ്ണക്കുറവാണ് അല്ല വണ്ണം കൂടുതലാണ് അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതാണ് സൂഫി റിങ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ വെയിറ്റ് ഒക്കെ വരുന്നത് 1.5 ഗ്രാം തൊട്ടാണ് വരുന്നത്. 2 ഗ്രാമിന് താഴെ വരുള്ളൂ. പിന്നെ സ്റ്റോൺ വെയിറ്റ് കുറവാണ്. പലതിനും പല വെയിറ്റാണ്. ഇപ്പം കല്ലിൻ്റെ സ്റ്റോൺ വെയിറ്റ് വൈറ്റിൻ്റെ ആണെങ്കിൽ ഒരു 500 മില്ലി വ്യത്യാസമുണ്ട്. 500 മില്ലി കുറവാണ് വരുന്നത്. അതായത് ടോട്ടൽ വെയിറ്റിൻ്റെ 500 മില്ലി. അതുപോലെ തന്നെ റെഡിൻ്റെയൊക്കെ ആണെങ്കിൽ 250 മില്ലി. അങ്ങനെയൊക്കെ ആയിട്ട് പലതിനും അതായത് സ്റ്റോൺ വെയിറ്റ് കുറച്ചിട്ടുള്ള വെയിറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടാഗ് അടിച്ചിട്ടില്ല. കറക്റ്റായിട്ടുള്ള ടാഗും അതിൻ്റെ വെയിറ്റ്ലെസ് ലോസും ഒക്കെ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ളതായിരിക്കും കേട്ടോ. അപ്പം ഈ സ്റ്റോൺ വെയിറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സൂഫിയുടെ ഇതിലൊക്കെ സ്റ്റോൺ ഉണ്ടല്ലോ, അതിൻ്റെ പൈസയൊക്കെ അത്രയും കാശ് പോയാലേ എന്നൊക്കെ ഓർത്ത് സ്റ്റോണൊക്കെ ലെസ്സാണ്. അപ്പം സൂഫി റിങ് ആവശ്യമുള്ളവർ വന്ന് മേടിക്കാവുന്നതാണ്. എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാനിങ്ങനെ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇതിപ്പം ഇതിനകത്ത് ഒരു 10 കളറുകൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂഫി റിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. ഇനിയിപ്പോൾ ഉള്ളത് വെയിറ്റ് കുറഞ്ഞ ഐറ്റം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വെയിറ്റ് കുറഞ്ഞ് കാണിച്ചായിരുന്നു. ഇതൊക്കെ 600 മില്ലി, 500 മില്ലി, അര ഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. 1/2 ഗ്രാം നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്നിട്ട് വന്നോ. ഈ സാധനം 1/2 ഗ്രാമേ ഉള്ളൂ. 1/2 ഗ്രാമിലുള്ള സാധനങ്ങളാണ് ഇത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ വന്നു. അതുപോലെ ഇത് 1 ഗ്രാമാണ്. 1 ഗ്രാമിൽ 3 ഈ ഇത്രയും നല്ല പുലിമയിൽ വെച്ചിരിക്കുന്നത് 1 ഗ്രാമിലുള്ളത്. ഇത് 1 ഗ്രാം. ഇതൊക്കെ 1 ഗ്രാമിലുള്ള ഐറ്റമാണ് കേട്ടോ. 1 ഗ്രാമിൽ നല്ല പൊലിമയുള്ളത് വേണമെന്ന് പറയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ് കൂടുതൽ ഇതൊക്കെ ചോദിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ അതിനകത്ത് പറയുന്നില്ല. എന്നാലും ഞാൻ ഇതൊക്കെ 1 ഗ്രാമേ ഉള്ളൂ. ഓക്കെ, തീരെ വെയിറ്റ് കുറഞ്ഞ ഐറ്റംസൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മോഡലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 6 ആയിട്ടുള്ള മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ഞാനിതിപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള മോഡലാണ് എടുത്തേക്കണം. ഫാൻസി മാത്രമല്ല, മിക്സ് ആയിട്ടുള്ള എല്ലാം കൂടി ഉള്ളത്. അതായത് വെയിറ്റ് കുറഞ്ഞതും വെയിറ്റ് ഉള്ളതുമായിട്ടുള്ളതും ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ 1 ഗ്രാമാണ് വരുന്നത് കേട്ടോ. 1 ഗ്രാമിൽ വരുന്നത്. ഓക്കെ, പുതിയ മോഡലാണ് ഇതൊക്കെ. 1 ഗ്രാം ചില്ലറ വരുന്നുണ്ട്. 1.5 ഗ്രാം അടുത്ത് വരുന്നുണ്ട്. 1.5 ഗ്രാം വരുന്നില്ല.
എന്നാലും 1 ഗ്രാമിൽ ചില്ലറ വരുന്നുണ്ട്, 1.5 ഗ്രാം വരുന്നില്ല. ഓക്കെ, തീരെ വെയിറ്റ് കുറഞ്ഞ ഐറ്റമാണ്. അര ഗ്രാമേ ഉള്ളൂ, 1/2 ഗ്രാമിൽ വരുന്ന ഐറ്റമാണ് ഇതൊക്കെ കേട്ടോ. 1/2 ഗ്രാമാണ് ഇതെല്ലാം, 1/2 ഗ്രാമിൻ്റെ. ഇത് 1 ഗ്രാമിൻ്റെ, 1 ഗ്രാം ചില്ലറ വരുന്നുണ്ട്, 1.5 ഗ്രാം വരുന്നില്ല. പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം നല്ല പൊലിമയുണ്ട്, കാണാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അര ഗ്രാമിൻ്റെ അത്യാവശ്യം നല്ല പൊള്ളയായിട്ടുള്ള മോഡലാണ് കേട്ടോ. പൊലിമ അത്രയും കയറ്റി വെച്ചിരിക്കുകയാണ്. ഇത് 1/2 ഗ്രാമിൻ്റെയാണ്. 1/2 ഗ്രാമാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. അപ്പം ഈ ഐറ്റമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ വേഗം തന്നെ ഷെയർ ചെയ്തോ, കമൻറ്റ് ചെയ്തോ. ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും നമ്മൾ റിങ്ങിന് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ 1 ഗ്രാമിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ. അതുപോലെ 6 ആഗ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ബാൻഡ് മോതിരം, കുറേ പേര് ചോദിക്കുന്ന ബാൻഡ് മോതിരം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. എല്ലാം അതിൻ്റെ എല്ലാ സൈസുകളും ഉണ്ട് കേട്ടോ നമുക്ക്. ഓക്കെ, ബാൻഡ് മോതിരങ്ങളാണ് ഇതെല്ലാം. കമ്പി മോഡൽ ടൈപ്പുള്ള 1/2 ഗ്രാമിൽ വരുന്ന ഐറ്റമാണ്. ഇതൊക്കെ 1 ഗ്രാം താഴെ വരുള്ളൂ. ഓക്കെ, ഡെയിലി യൂസിന് പറ്റുന്ന ഐറ്റമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ വീഡിയോ വേഗം തന്നെ ഷെയർ ചെയ്തോ, കമൻറ്റ് ചെയ്തോ കേട്ടോ. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, കാര്യം പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഉള്ള മോഡൽ എന്ന് പറഞ്ഞാൽ 600 മില്ലി, ഇതൊക്കെ 600 മില്ലിയേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? 500 1/2 ഗ്രാമിൽ കൂടുതൽ 600 മില്ലിയൊക്കെ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല പൊലിമയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പൊലിമയിലുള്ള മോതിരം കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്വർണ്ണ വിലയും കാര്യങ്ങളൊക്കെ കൂടിയ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഒരു പൊലിമ വേണ്ടതെന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം 600 മില്ലിയാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ ഏകദേശം ഇന്നത്തെ 8710 രൂപ വരുമ്പോൾ 600 മില്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഏകദേശം റേറ്റ് പറഞ്ഞുതരാം. ഒരു 5800 ഒക്കെ വരും, 5800 ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഈ റിങ്ങൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പം ഇതൊന്നുമല്ല, എല്ലാ റിങ്ങും ആയിക്കോട്ടെ, മാല ആയിക്കോട്ടെ, എത്ര ചെറിയ ഐറ്റം ആയിക്കോട്ടെ, നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ എവിടെ നിന്നാണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അതിൽ മലയാളികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ മലയാളികൾ ഇന്ത്യയിൽ പല സ്ഥലത്തായിട്ടുണ്ടാവും. ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ വെളിയിലുള്ളവരും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഒത്തിരി പേര് എനിക്കറിയാവുന്നവരുണ്ട്. പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മളെ ലൈവിലൊക്കെ വരാൻ നേരത്ത് ലൈവിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർ നമ്മളോട് പറയാറുണ്ട്, ഇന്ന സ്ഥലത്താണ്, ദോഹയിലാണെങ്കിൽ ദോഹയിലാണ്, ഞാൻ വർക്കിലാണ് എന്നൊക്കെ പറയാറുണ്ട്. ലൈവിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട് കേട്ടോ. ഇതാണ് പിങ്ക്, ഇതിപ്പോൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 240 ലെസ്സൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പം അതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പം ഇന്ത്യക്ക് വെളിയിലുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ നാട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ പറയാം, അവിടെ നമ്മൾ ഡെലിവറി ചെയ്തു തരുന്നതാണ്. വെളിയിലുള്ളവരുടെ കാര്യം പറഞ്ഞു, ഇന്ത്യക്ക് പുറത്തുള്ളവർ, ഇന്ത്യയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും പിൻകോഡ്, അഡ്രസ്സ്, ഫോൺ നമ്പർ, 2 ഫോൺ നമ്പറൊക്കെ തരുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ചെയ്തു തരുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി അല്ല കേട്ടോ, സോറി, ഡെലിവറി ചെയ്തു തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് തന്നെ പറയാം. അതല്ലാതെ വാട്സപ്പ് മാത്രം ചെയ്തുകൊണ്ട് ചിലപ്പം വാട്സപ്പിലൂടെ തിരിച്ച് റിപ്ലൈ കിട്ടണമെന്നില്ല. കാര്യം ഒത്തിരി പേര് വാട്സപ്പ് അയക്കുന്നുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് അയക്കുമ്പോൾ നമുക്ക് തിരിച്ചിന് റിപ്ലൈ തരാത്ത ഒത്തിരി പേര് അയക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ ആ ഫോണൊന്നും എടുക്കാം, ഒരു ദിവസം തന്നെ ഒത്തിരി പേര് നമുക്ക് വാട്സപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഫോളോ ചെയ്യാനോ മറ്റ് കാര്യങ്ങളൊന്നും പറ്റാറില്ല. അപ്പം ഞാൻ ആ ഒരു ഇത് കാണിച്ചു തരാം. കാര്യം നമുക്ക് തിരിച്ച് എന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് വാട്സപ്പ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അത് നോക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഒത്തിരി പേരിങ്ങനെ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പച്ച കാണുന്നത് മുഴുവനും മെസ്സേജ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതിനൊന്നും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
മാക്സിമം നിങ്ങൾ ഫോൺ ചെയ്തും കൂടി പറയുക, ഇതുപോലെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞതുണ്ടാ, ഒത്തിരി പേര് മെസ്സേജ് ഇടുന്നുണ്ട്, നമുക്ക് തിരിച്ച് നമുക്ക് നോക്കാൻ പറ്റാറില്ല. ചിലർ ചുമ്മാ ഹായ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും, ചിലർ പല രീതിയിൽ ഫോട്ടോയോ വോയിസ് ഒക്കെ ആയിട്ടൊക്കെ ഇട്ടേക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ച് റിപ്ലൈ തരാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് ഫോൺ ചെയ്തിട്ട് സംസാരിക്കുക. എന്നിട്ട് വാട്സപ്പിലൂടെ എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റം കാണിക്കുന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം ചേർത്തലയിലുണ്ട്. ചേർത്തല, ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തേരി ദേവീക്ഷേത്രത്തിൻ്റെ തെക്കുവശത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്, ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ വൈക്കം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നില, അതായത് വൈക്കം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നിലയിൽ ആദ്യത്തെ ബിൽഡിങ് ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമുക്ക് അവിടെയുണ്ട്. പിന്നെ അരീപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുമുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതിപ്പം ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ആണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്തായിരുന്നു കേട്ടോ, ഞായറാഴ്ച ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. 3 റിങ് സമ്മാനമായിട്ടൊക്കെ ഉണ്ട്. ഞായറാഴ്ച നമ്മൾ ലൈവിൽ വന്നിട്ടാണ് സമ്മാനം കൊടുക്കുന്നത്. അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ലൈവിൽ വന്ന് ഓരോരുത്തരുടെ പേര് വിവരങ്ങൾ എടുത്തിട്ടാണ്. അപ്പം അതിനകത്തൊരു കള്ളത്തരവോ വളരെ സുതാര്യമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോ കമൻറ്റ് ചെയ്തോ. അതിപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം, 3ലും ഒരേ സമയത്താണ് ലൈവിൽ വരുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗോൾഡൊക്കെ പണയത്തിലൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് കേരളത്തിൽ എവിടെ നിന്നാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും ബാങ്കിലൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. നമുക്ക് എല്ലായിടത്തും നമുക്കിപ്പം നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്നും പറയുന്ന പോലെ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.